എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കുറേ നാളായി എന്നോട് ആരെങ്കിലും സംസാരിച്ചിട്ട്. സംസാരിക്കാൻ ആളില്ലെങ്കിൽ എന്താ, ഞാൻ റെഡിയാ. ചേട്ടാ, എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല. കാശില്ലെങ്കിലേ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇതാ QR കോഡ്. ഈ പെണ്ണ് ഓട്ടോയിൽ കയറി വട്ടപ്പാറയെന്ന് അവൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കി. കാശ് ചോദിച്ചപ്പോൾ കൈ മലർത്തി കാണിക്കുന്നത്. ഏത് പെണ്ണ്? ഈ പെണ്ണ്. ചേട്ടാ, ഈ വീട് അടച്ചിട്ടൊരു മാസങ്ങളായി. ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പൊ ഇവിടെ ആരുമില്ല. ചേട്ടാ, വീട്ടിൽ ആരുമില്ല. ഞാനിവിടെ വന്നത്. Light halos on the cracked glass, my shadows twitching where the truth was. A perfect moment built from cheap dust. Every reflection is an act of pure disgust. The city breathes a static scream. This ain't no heaven, it's a fever dream. Got cobwebs spinning from a hollowed out soul, a psychological black hole. ഇതെങ്ങനെ ഞാൻ ഇവിടെ എത്തി? ചേട്ടാ, എന്നെ ഒന്നും ചെയ്യില്ലേ, എനിക്ക് ഓട്ടോക്കൂലിയൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്ക്. ഇതല്ലടേ ഞാൻ അന്ന് പറഞ്ഞ. ചേട്ടാ, എനിക്കാരുമില്ല. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എനിക്കാരുമില്ല ചേട്ടാ. എന്നോട് ആകെ സംസാരിച്ച ചേട്ടൻ മാത്രം. എന്റെ പൊന്നു കൊച്ചേ, ആ ഒരു തെറ്റ് മാത്രം നിന്നോട് ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ വിചാരിക്കുമ്പോൾ എനിക്ക് വലിയ ബ്രെഡൊന്നുമില്ല. ചേട്ടാ, നമുക്ക് പോവാം. ചേട്ടാ, നിന്റെ ഫോൺ നോക്കണ്. പിന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? വായോ, പോവാ. നില്ല്. ഇത് നീയല്ലേ? ആ, ശരിയാണല്ലോ, ഞാനാണല്ലോ. അയ്യോ അയ്യോ, അപ്പൊ നീയും ചത്ത. ഈ രണ്ട് പ്രേതങ്ങളും കൂടി എന്റെ നെഞ്ചത്തോട് കയറി വന്നിരിക്കുന്നു. ശല്യങ്ങള്. ഞാൻ മരിച്ച്. അപ്പൊ ഞാൻ ഈ ചാവില്ലല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, സ്വർണ്ണമൊക്കെ കാണുന്ന ഞാൻ വിചാരിച്ചു. അവള് മരിച്ച ശേഷം ഭർത്താവ് പോലും അങ്ങോട്ട് ചെല്ലാറില്ല. ചെറുതായിട്ടൊന്ന് മോഷ്ടിക്കാൻ കയറി. അപ്പോ പടായി. എന്റെ കല്യാണം കഴിഞ്ഞതാണല്ലേ? ബെസ്റ്റ്. ഒന്നിന് ബോധമില്ല, മറ്റേനാണെങ്കിൽ ബുദ്ധിയും ഇല്ല. രണ്ടും കൂടെ എന്റെ തയ്യാണല്ലോ കെട്ടിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെയുണ്ടോ പ്രേതങ്ങൾ? എൻ്റെ അമ്മേ. നിനക്കപ്പം നിന്റെ ഭർത്താവിനെ അറിയില്ലേ? കൊള്ളാം. ചേട്ടാ, ആ ഫേസ്ബുക്ക് അങ്ങനെ എടുത്തേ. അതില് ജിനേഷ് കുമാർ എന്ന് സെർച്ച് ചെയ്യ്. ഇതാണോ? ആ, ഇതന്നെ. കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. ആ, കൂടെ ഒരു പെണ്ണുണ്ട്. മരിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഇയാളെനിക്കറിയാം. അല്ല, ഒരു വലിയൊരു ബാഗോട്ട് അതാ ഓട്ടോയിൽ എവിടെയാണ് ഞാൻ അയാളെ ഇറക്കിയത്? ആ, ഇവിടെ നിന്നാണ് അവളുടെ ബോഡി കിട്ടിയത്. എടാ, അപ്പൊ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും ഇഷ്ടമല്ല. അതല്ല. അവളെ വേറെ അന്വേഷിച്ചിട്ട് ആരും പോയിട്ടില്ലേ? അവളും എന്നെ പോലെ ഒരു ഓർഫൺ ആയിരുന്നു. അങ്ങനെ ആരും പോവായില്ല. എന്നെ അവൻ കൊന്നതാ. ആ ജിനേഷിനെ കൊന്നതാ. പുതിയ കല്യാണമൊക്കെ കഴിച്ച് നീ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ? അശ്വതി, തെറ്റുപറ്റിപ്പോയി. പിന്നെ നീ എന്തിനാണ് എന്നെ സ്നേഹിച്ചത്? അനാഥയാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നീ എന്നെ വിവാഹം കഴിച്ചത്? എന്തിനാണ് കൊന്നത്? അശ്വതി, നിനക്കറിയാലോ, എനിക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. അതൊക്കെ തീർക്കാൻ വേറൊരു മാർഗം ഞാൻ കണ്ടില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് അറിഞ്ഞതും ഒരുപാട് സന്തോഷിച്ചതും നീ കാരണമാണ്. ഒരു കായൽ പോലെ
ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ജനിച്ചപ്പോ എന്നെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതുപോലെ നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. എന്തായാലും നീ സന്തോഷത്തോടെ ജീവിക്കും. ഇപ്പോൾ എന്തിനാ വിളിച്ചത്? എൻ്റെ ഭാര്യയുണ്ട്, പിന്നെ വിളിക്ക്. ഉമ്മ അച്ചയ്ക്ക്. ഓക്കെ ശരി, എന്നാൽ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ആരാ ഫോണില്? ആര്? ആരാ ഫോണിലെന്ന്? അത് സുധീഷ്. നിനക്കറിയില്ലേ, ഇന്നലെ നമ്മൾ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്. അതെന്താ ഞാൻ വന്നപ്പോ പെട്ടെന്ന് കട്ട് ചെയ്തേ? ഓ, അത് കട്ട് ചെയ്തൊന്നുമല്ല, അവനെന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് ഫോൺ വെച്ചതാ. ആ ഫോണും തരുമോ? എൻ്റെ ഫോൺ എന്തിനാ? ഇപ്പൊ തരാം. എൻ്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കും. നോക്കട്ടെ. നീ എന്തിനു നോക്കണേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഫോൺ നോക്കട്ടെന്ന്. നീ എന്തിനാ ഫോൺ നോക്കട്ടെന്ന്? ഫോൺ നീ എന്തിനാ അവനോട് ക്ഷമിച്ചത്? ഞാനാണെങ്കിൽ എനിക്ക് അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവൻ്റെ സന്തോഷം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഞാനിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ശിവ, ബുദ്ധിമുട്ടിപ്പിച്ചതിൽ സോറി. ഹേ, അങ്ങനെയൊന്നുമില്ല. ഹേയ് നില്ല്, ഞാനും വരുന്നു. ഇനി ഞാനെന്തിനാ ഇവിടെ നിന്നിട്ട്? ശിവൻചേട്ടപ്പോൾ കാണാട്ടാ. അത് വേണോ? ഓ, അത് വേണം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരാം. അല്ല, അങ്ങോട്ട് പോരണ്ട. എന്നെ കൊല്ലിക്കാതെ. എന്താ പ്രശ്നം? നിങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രശ്നം. ഒന്ന് പോയി തരോ? അപ്പൊ ശരി,